நான் இப்பவும் சில உண்மைகளை சொல்லலை. அதுதான் நான் இப்பவும் சொல்றேன். அந்த ஒரு விஷயம் இருக்கு, அதை நான் உங்ககிட்ட சொல்லணும்னு இருக்கேன். ஆனா மாமாக்காக தான் நான் அதை சொல்லாம இருக்கேன். அது சொன்னா அது நல்லா இருக்காது. ஒருத்தவங்களோட லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன். அவ்வளவுதான். ആക്ടർ ബാലയും ബാലയുടെ പ്രിയ പത്നി കോകിലയും രണ്ടുപേരും ഉൾപ്പെടുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ആ രണ്ടുപേരെയും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ദാ ഈ വീഡിയോ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലച്ചേട്ടന്റെ പുറന്തനാളായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, നടന്മാരും നടിമാരും ഗായകന്മാരും ഗായികമാരും ഒക്കെ. അപ്പൊ ഇവരുടെയൊക്കെ പുറന്തനാളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ ഫേസ്ബുക്ക് അക്കൗണ്ടോ വഴിയൊക്കെ ആയിരിക്കും അവരുടെ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഈ ബാലത്തോട്ടന്റെ മാത്രം ഇവിടുത്തെ പല ഓൺലൈൻ മീഡിയകൾ വഴിയാണ് ഞാനൊക്കെ, നിങ്ങളിനി പുള്ളിയുടെ പേജ് വഴിയാണോ കണ്ടതെന്ന് അറിയത്തില്ല, ഇഷ്ടംപോലെ ഓൺലൈൻ മീഡിയ ചാനൽസ് വഴിയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ സെലിബ്രേഷന്റെ വീഡിയോകളൊക്കെ കാണുന്നത്. അതായത് സെലിബ്രേഷൻ ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ വിളിച്ചിട്ട് അവിടെ വെച്ച് കുറച്ച് ബൈറ്റ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സാധനമൊക്കെ ഓൺലൈൻ മീഡിയകൾ വഴി നമ്മൾ കണ്ടു. ഈ അണ്ണന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, ഈ ബാലയും കോകിലയായിട്ടുള്ള കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ അണ്ണൻ വലിയ വീരവർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓൺലൈൻ മീഡിയക്കാരൊന്നും എന്റെ പുറകെ വരല്ലേ, ഞാൻ സമാധാനമായിട്ട് എവിടെങ്കിലും ജീവിച്ചോട്ടെ എന്നും പറഞ്ഞ്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 4-ാം ദിവസം തൊട്ട് കണ്ട ഓൺലൈൻ മീഡിയയ്ക്ക് ഒക്കെ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുക, ബൈറ്റ് കൊടുക്കുക, കഥകൾ പറയുക, സ്വന്തം മോളെ അറിയാലോ, ആ കഥയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, പഴയ ഭാര്യമാരെ പറ്റി പറയുക. ഇതൊക്കെയാണ് ഈ അണ്ണന്റെ കലാപരിപാടി. പിന്നെ ഒരു കാര്യം ഞാനിവിടെ ആദ്യമേ അങ്ങ് പറയുകയാണ്, ഈ അണ്ണൻ തന്നെയാണ് പല ഓൺലൈൻ മീഡിയക്കാരെയും അങ്ങോട്ട് വിളിച്ച് ഈ കഥകളൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു ഓൺലൈൻ മീഡിയക്കാരും ഇയാളുടെ പുറകെ പോകുന്നതല്ല. അത് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇയാൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണ് പലരെയും, കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ ബർത്ത്ഡേക്കൊക്കെ മുമ്പായിട്ട് തന്നെ ചില ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ വീട്ടിൽ വിളിച്ച് കൈയും മറ്റേ തോളത്തൂടൊക്കെ ഇട്ട് അണ്ണനൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമുക്കറിയാം. പിന്നെ തെളിവായിട്ടൊന്നും നമുക്ക് അങ്ങനൊന്നും എടുത്ത് നമ്മുടെ നെഞ്ചത്തോട്ട് വരും എന്റെ പൊന്നു കൂട്ടുകാരെ. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും എന്റെ അറിവിൽ ഞാൻ കണ്ടത് വെച്ചിട്ടുള്ള, ഈ അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ചെറ്റയാണ് ഈ കുഞ്ഞിരാമൻ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ ബർത്ത്ഡേയുടെ അന്ന് ഓൺലൈൻ മീഡിയക്ക് കൊടുത്ത കുറച്ച് ബൈറ്റുകളിൽ ഇയാള് കുറച്ച് കാര്യങ്ങൾ, ഇയാളും ഇദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾ എല്ലാവരും അത് കേട്ടിരിക്കേണ്ട കാര്യമാണ്. അത് കേൾപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ഈ നാട്ടിൽ നിന്ന് പൊക്കൂടെ? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അത് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇവനെപ്പോലുള്ളവനൊന്നും ഈ കേരളത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം നമുക്ക് നാണക്കേടാ. അവിടെ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു അടിച്ച് തുരത്തി വിട്ടതാ ഇവനെയൊക്കെ. നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് കണ്ടേ. 2 ദിവസം മുമ്പ് അംഗനവാടി സ്കൂൾ ഇത് ഗവൺമെൻറ് ചെയ്യേണ്ടതാ അല്ലേ? ഗവൺമെൻറ് കുറ്റം പറ്റില്ല. സന്തോഷമായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തു അല്ലേ? അടുത്ത് കോക്കിലാൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യണം? ഒരു ക്ലിനിക്. ഉറക്കെ പറ, നല്ല കാര്യം ഉറക്കെ പറ. இல்ல ஹாஸ்பிட்டல் வந்து இந்த ஊர்ல ஹாஸ்பிட்டல் இது பண்ணலாம் அப்படின்னு சொல்லிட்டு பிளான் பண்ணிட்டு இருக்கோம். പക്ഷെ ബാലച്ചേട്ടാ അത് ഐഡിയ കൊടുത്തത് ഇതാ. അംഗനവാടി ബാലച്ചേട്ടന്റെ പേരിലാണെങ്കിൽ ഇത്തവണ കോകിലൊക്കെയാണ് ഹോസ്പിറ്റൽ പണിയുന്നതെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടു. അതുള്ളതാണോ? എങ്ങനെയാടാ ഈ ചോദിച്ച മോനോടാ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ആസ്പത്രി പണിഞ്ഞു കൊടുക്കുന്നത് കോകില അക്കയാണെന്ന്. എങ്ങനെ എന്ത് തന്നു നിനക്ക് ഈ കോകില അക്ക എന്നൊക്കെ അവിടെ ചെന്ന് വിളിക്കാനായിട്ട്? എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ നല്ല കാര്യങ്ങളൊക്കെ നീ ഉറക്കെ പറയാൻ. എടോ, താൻ അവിടെ മറ്റേ അംഗനവാടി ചെയ്തു കൊടുത്തു, താൻ അവിടെ ക്ലിനിക്ക് ഉണ്ടാക്കാൻ പോകുന്നു, ഉണ്ടാക്കിക്കോ. എടോ, എന്തിനാടോ ഇതൊക്കെ ഇങ്ങനെ പാടിപ്പറഞ്ഞ് നടക്കുന്നത്? ഇവിടെ എന്താ ജനങ്ങളെല്ലാരും മണ്ടന്മാരാണെന്നാണോ തന്റെ വിചാരം? ഈ കാണുന്ന നമ്മളൊക്കെ മണ്ടന്മാരാണോ? താൻ എന്തൊക്കെയോ, തനിക്ക് നാണമുണ്ടോ? തന്നോട് എനിക്ക് അത്ര ചോദിക്കണം, തനിക്ക് നാണമുണ്ടോ? താൻ എന്തിനു ഞങ്ങൾക്ക് വേണ്ടി, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ എന്തിനു ഇതൊക്കെ ചെയ്യുന്നു? താൻ ചെയ്തിട്ട് താൻ തന്നെ പാടി നടക്കുക, ഞാൻ അങ്ങനെ ചെയ്തേ, ഇങ്ങനെ ചെയ്തേ, മറ്റേ ഇത് ചെയ്തേ. ഇച്ചിരി ഉളുപ്പ് വേണം അണ്ണാ, മനസ്സിലായല്ലേ? ഇച്ചിരി ഉളുപ്പ് അത് മനുഷ്യന് വേണ്ടതാ. അത് തനിക്കില്ല. ഇപ്പൊ ഞാനും അവളും വേറല്ലല്ലോ, എല്ലാരും ഒന്നല്ലോ. അതേപോലെ ഇപ്പൊ ഈ അംഗൻവാടി പണിഞ്ഞതിന്റെ അന്ന് ഒരുപാട് ആളുകളാണ് ബാലചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്കകത്താണെങ്കിലും കമന്റിലൊക്കെ വന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് വൈകിട്ട് തന്നെ ഇത്ര ആളുകൾ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരു കോൺട്രവേഴ്സി വന്നിരുന്നു. അപ്പോൾ ബാലചേട്ടനെ അത് ഒരുപാട് വിഷമത്തിലാക്കി എന്ന് അറിഞ്ഞു. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ചോദ്യം ഉനക്ക് கான்ட்ரவர்சி பண்ணாங்க இல்லையா? உனக்கு என்ன மனசு தோணுது? அதுதான் நாங்க வந்து சந்தோஷமா இருக்கோம். இந்த மீடியால இருக்கவங்க வந்து எப்படி சொல்றது,
நெகட்டிவும் இருக்குது, இது நல்ல காரியமும் இருக்குது. அதே மாதிரி இவ்வளோ நாள் இது பண்ணாதவங்க இப்போ சடனாக வந்து ஒரு லேடி, உங்களுக்கே அது தெரியும், நான் யாருன்னு சொல்கிறேன் உங்களுக்கே தெரியும், அவங்க சடனாக வந்து ஏதோ தப்பாக ஏதோ சொல்கிறாங்க. பட் நாங்கள் எங்கள் சைட்லேருந்து நாங்கள் எதுவுமே எங்கள் தப்பு எதுவுமே கிடையாது. எப்படி சொல்கிறது, சொல்லு தைரியமாக சொல்லு. நாங்கள் കോകിലക്ക ഇപ്പം ഇതിനോടൊന്നും പ്രതികരിക്കാതിരിക്കുകയാണ്. ഇത് ബാലചേട്ടൻ പറഞ്ഞതുകൊണ്ടാണോ പ്രതികരിക്കാത്തത്, അതോ അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുകയാണോ? இல்லைப்பா இப்பவும் சொல்கிறேன். ഈ സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ സംഗതിയുടെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം കഴിഞ്ഞിട്ട് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ബാലയുടെ പഴയ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, ബാലയുടെ പഴയ സുഹൃത്ത് അല്ലെങ്കിൽ പാർട്ട്ണർ, തോഴി, കൂട്ടുകാരി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന എലിസബത്തിനെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എലിസബത്ത് അവരുടെ യൂട്യൂബ് ചാനൽ വഴി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അത് ഇൻഡയറക്ട്ലി ബാലക്കിട്ടുള്ള ഒരു കൊട്ടാണ്. അവരാ പറഞ്ഞതിനകത്തൊന്നും ഡയറക്റ്റ് ആയിട്ട് ബാലയുടെ പേരോ ഒന്നും പറയുന്നില്ല. അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അവർക്ക് കുറെ മോശം കമന്റ്സ് വരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം. ഒരു രീതിയിലും ഇൻഡയറക്റ്റ് ആയിട്ടെന്ന് പോലും പറയാൻ പറ്റില്ല. ഒന്നും പറയുന്നില്ല അവിടെ. ആ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് പക്ഷെ ജനങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഞങ്ങൾ നാട്ടുകാർ അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലുള്ള ആളുകൾ മണ്ടന്മാരല്ല ബാലച്ചേട്ട, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കുറെ സോഷ്യൽ മീഡിയ, കുറെ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് അവർ നിങ്ങളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമായിരിക്കും. പക്ഷെ ഇത് കാണുന്ന ജനങ്ങൾ മണ്ടന്മാരല്ല. അത് നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കണം, എന്നിട്ട് വേണം ഈ കഥകളൊക്കെ പറഞ്ഞിറങ്ങാനായിട്ട്. ഓക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഈ ഒരു ക്ലിപ്പ് കാണുക. എലിസബത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇത് ബാക്കി കേക്ക്. இப்பவும் சொல்கிறேன். ஆக்ஷன் இஸ் டிஃப்ரெண்ட், ரியாக்ஷன் இஸ் டிஃப்ரெண்ட். நான் எல்லா காரியங்களும் ரியாக்ட் தான் பண்ணியிருக்கேன். முன்கை நான் செய்ததல்ல. நீங்கள் எடுத்து பாருங்கள், ஹிஸ்ட்ரி எடுத்து பாருங்கள். என்னை வேதனைப்பிச்சு வரும்போது ஒரு கட்டத்தில் நான் ரியாக்ட் பண்ணேன். அந்த ரியாக்ஷன் ചിലപ്പോൾ അതോட ഡിഗ്രി എപ്പോഴും എനിക്കറിയില്ല. അംഗനവാടി സ്കൂൾ ഓപ്പൺ ചെയ്തു. നാട്ടുകാരെല്ലാവർക്കും സന്തോഷം. அந்த ஸ்கூல் மூடி எத்தனை நாள் அடைச்சிருந்தோம். എന്തിനാണ് நான் ചെയ്തത്? ஃபிஷ் மார்க்கெட் அங்கே இருக்குது. அந்த ஃபிஷ் மார்க்கெட்டில் அந்த குச்சிகள் இருந்து வேண்டாம், ஐயோ குட்டிகள் படிக்கணும். வேறு 2 குட்டிகளை பார்த்தேன், ஒன்று 96 மார்க்கு, ஒன்று 99 மார்க்கு. இங்கே இருக்குடா டேலண்ட்டுன்னு, இங்கே இருக்குது டேலண்ட்டு. நான் பண்ணேன், ஆத்மார்த்தமாயிட்டு பண்ணேன். நான் என்ன பாவம் உங்களுக்கு பண்ணுறேன்? நல்லது தானே பண்ணுறோம். இப்போ கோகிலா ஒரு கிளினிக் கட்டி கொடுக்க வரேன்றார். இப்போ கோகிலா கிளினிக் கட்டி கொடுக்குறம்போது அன்றைக்கும் கான்ட்ரவர்சி வருமா? இதுதான் நியாயமா இந்த பூமியில்? ഞാനൊരു കാര്യം പറയാം, വേറൊരു പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കാൻ പോകുന്നത്. ഇനി വേറൊന്നുമല്ല, ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പം അത് കുറെ പേർക്ക് അങ്ങനല്ല. ഇപ്പൊ ബാല കേൾക്കുന്നുണ്ടെങ്കിൽ പോലും താങ്കൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. താങ്കൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വൈക്കത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ അംഗനവാടി സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു അംഗനവാടിയോ സ്കൂളോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്തത് നല്ല കാര്യം. അവിടെ ക്ലിനിക്ക് ഇടാൻ പോകുന്ന നല്ല കാര്യം. ഇതൊക്കെ നല്ല കാര്യം. പക്ഷെ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തിനാണ്? ഇവിടെ ആരും ചെയ്യത്തില്ലടോ. ഇവിടെ ഉണ്ടോ? ഇവിടെ മലയാളത്തിലും ഉണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നടീനടന്മാർ. അവരാരും കൊട്ടിഘോഷിച്ച് നടക്കുകയല്ല തന്നെ പോലെ. അവര് ചെയ്യും, അത് അവരുടെ ഒരു കടമയായി അവര് ചെയ്യും, അവര് പോകും. പക്ഷെ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ഈ കഥകൾ വിളിച്ചു പോകുന്നത്, കണ്ട ഓൺലൈൻ മീഡിയാസിനെ വിളിച്ച് അതിനകത്തൂടെ ഈ കഥകൾ പറയുന്നതും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ അങ്ങോട്ട് മറ്റേ പൊട്ടന്മാരല്ല. വീണ്ടും ഞാൻ പറയുന്നു, ഞങ്ങൾ മണ്ടന്മാരല്ല. ഇവിടെ വന്ന് ഈ കാട്ടായം കാണിക്കുന്ന ഇങ്ങനെ സ്വന്തം എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് അത് 10 പേരെ അറിയിക്കുന്നവന്മാരൊക്കെ ഇത്തിരി ഉടായ്പുള്ളവന്മാരാന്ന് നമുക്ക് അറിയാം അണ്ണ. അതുകൊണ്ടാണ് അണ്ണന് നല്ല തെറിവിളി കേൾക്കുന്നത്. അണ്ണൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലും, ഇതിപ്പോ ഞാൻ വീണ്ടും പറയുന്നു, ഇയാൾ ചെയ്തത് നല്ല കാര്യം തന്നെ. ഒന്നുമില്ലെങ്കിൽ അയാൾ ചെയ്തുകൊണ്ട് 2-3 കുട്ടികൾക്കെങ്കിലും നല്ല കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നെഞ്ചത്ത് കൈതൊട്ട് പറയാം, വളരെ നല്ല കാര്യം തന്നെയാണ് അത്. പക്ഷെ അതിന്റെ പുറകിലൂടെ വേറെന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം, കുബുത്തി വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അതിനോട് നമ്മൾ യോജിക്കത്തുമില്ല എന്നാ, അത് വേറെ കാര്യം. ബാക്കി என்ன கமெண்ட்ஸில் யார் கமெண்ட்ஸ் போட்டாங்க, யாருக்கு பற்றி அவர் சொன்ன ஒரு லேடின்னு நான் பேர் கூட எடுத்து வரேன்ல. நிற்கேண்ட സ്ഥലത്ത് நிற்கணும். நிற்கேண்டவர் நாங்க அமைதியா நாங்க எங்களுடைய நல்ல காரியங்கள் பார்த்துட்டு நாங்க சந்தோஷமா போயிட்டு இருக்கோம். எங்க இதுல வந்து டிஸ்டர்ப் பண்ணாம அவங்க வழி பார்த்துட்டு போனா நல்லா இருக்கும். அவ்வளவுதான் நான் சொல்றேன். அது தேவையில்லாம தப்பா மாமா பத்தி சொன்னா அது எனக்கு அது பார்க்க முடியாது. எனக்கு அது சொல்றேன்.
நான் இப்பவும் சில உண்மைகள் சொல்லலை. அதுதான் நான் இப்பவும் சொல்றேன். அந்த ஒரு விஷயம் இருக்கு, அதை நான் உங்ககிட்ட சொல்லணும்னு இருக்கேன். ஆனா மாமாக்காக தான் நான் அதை சொல்லாம இருக்கேன். அது சொன்னா அது நல்லா இருக்காது. ஒருத்தவங்களோட லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன். அவ்வளவுதான். எப்படி இருக்கணுமோ அப்படி இருந்தா கரெக்டா அவங்க வழியில இருந்தாங்கன்னா அது போதும். எங்களுக்கு எங்களை டிஸ்டர்ப் பண்ணாம இருந்தா சரி. நெக்ஸ்ட் டைம் எதனா டிஸ்டர்ப் பண்ற மாதிரி இருந்தா அது என்னன்னு நான் கண்டிப்பா சொல்லிடுவேன். மாமா, நான் உங்ககிட்ட கூட நான் பெர்மிஷன் கேட்க மாட்டேன். നെക്സ്റ്റ് ടൈം ഞാൻ കണ്ടിപ്പാ സൊല്ലിടുവേ എന്നൊക്കെയാണ് നമ്മുടെ കോകിലാക്ക അങ്ങോട്ട് പറയുന്നത്. അപ്പൊ കോകിലാക്കയ്ക്ക് എങ്ങനെ അറിയാം ഈ കാര്യമൊക്കെ? നമുക്ക് ആളാരാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, എലിസബത്ത്. പക്ഷെ ഈ എലിസബത്തും നമ്മുടെ ബാലയും കൂടെ നിന്ന സമയത്ത് നടന്ന എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളോട് പറഞ്ഞതായിരിക്കും അല്ലേ? ബാലണ്ണൻ ചിലപ്പോൾ ഈ അടുത്ത് പറഞ്ഞതായിരിക്കും. അല്ല, അങ്ങനെയല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുന്നേ നിങ്ങൾ ഇനി അവിടെ ഉണ്ടായിരുന്നോ, നിങ്ങൾ കണ്ടോ? നമ്മളൊക്കെ പല കഥകൾ കേൾക്കുന്നുണ്ട് കോകിലാക്ക, മനസ്സിലായില്ലേ? മറ്റേ ഇങ്ങനെ നമ്മളൊന്നും വിളിച്ചു പറയുന്നൊന്നും ഇല്ലെങ്കും ഞാനൊന്നും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നുള്ളൂ. ഞാൻ അനാവശ്യമായിട്ട് ഒരു സ്ത്രീ ഒരു പുരുഷനെ ഒരു പരിധിയിൽ കൂടുതൽ കുറ്റം പറഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല. കണ്ണി കാണുന്ന കുറെ കാര്യങ്ങൾ മറ്റേ നമ്മളെ വെറും പൊട്ടന്മാരാക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞാനൊക്കെ എന്റെ ത്രെഡ് പൊട്ടി എന്തെങ്കിലും വായിന്ന് വീഴാറുള്ളൂ. ഇപ്പോഴും ഞാനും ഒന്നും പറയുന്നില്ല, കോകിലാക്ക ഒന്നും പറയുന്നില്ല, ഞാനും ഒന്നും പറയുന്നില്ല. പക്ഷേ വളരെ മോശമാണ് കാണിക്കുന്നത്. ആ ലേഡി, നിങ്ങൾ ഈ പറയുന്ന ലേഡി നിങ്ങളെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അത് ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഒരു കുഞ്ഞൊരു സാധനം കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേട്ടോണം ഈ പറയുന്ന കാര്യം. கிட்டத்தட்ட எவ்வளோ செலவு பண்ணியிருப்பேன் மக்களுக்காக இந்த மாசத்துல? 6 ஆமாம் 6 லட்சம் ரூபா கொடுத்துருக்கேன் மக்களுக்கு. நான் அவன் கேட்குறேன், கொடுக்கறதுல என்ன கணக்கு இருக்கு? ஏன் நீங்களும் கணக்கு வைக்கிறீங்க? 6 ലക്ഷം രൂപ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അങ്ങേര് പറയുന്നു. എന്നിട്ട് അങ്ങേര് തന്നെ പറയുന്നു കൊടുക്കുന്നതിനകത്ത് എന്തിരിക്കുന്നു, കൊടുക്കുന്നതിന് എന്തിനാ കണക്ക് വെക്കുന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇവൻ നമ്മളെന്താ കേരളത്തിലുള്ള ജനങ്ങൾ ഇത്രയും പൊട്ടന്മാരാണെന്നാണോ മിസ്റ്റർ ബാല താങ്കൾ വിചാരിക്കുന്നത്? നിങ്ങൾ തന്നെ പറയുന്നു, ഞാനായിട്ടൊന്നും ഉണ്ടാക്കി പറയുന്നില്ല, നിങ്ങൾ തന്നെ പറയുന്നു 6 ലക്ഷം രൂപ മക്കൾക്ക് വേണ്ടി താങ്കൾ കഴിഞ്ഞ ദിവസം എന്തോ കൊടുത്തു. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു എന്തിനാണ് കൊടുക്കുന്നതിനകത്ത് കണക്ക് വെക്കുന്നതെന്ന്. എടാ, നിങ്ങൾ തന്നെ കൊടുത്ത എമൗണ്ടും പറഞ്ഞു, എന്നിട്ട് എന്തിനാ കണക്ക് വെക്കുന്നത്? ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മാങ്ങാണ്ടി പറയാനാണ് മിസ്റ്റർ ബാല? ഞാനതാ ഈ കുറെ ഓൺലൈൻ മീഡിയാസ്, ഞാൻ കുറ്റം പറയാനും പറ്റില്ല ഓൺലൈൻ മീഡിയാസിനെ. കാരണം അവർക്ക് പൈസ വേണം, അവര് ചെയ്യുന്നു, പോയി വീഡിയോ എടുക്കുന്നു, ഇയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ തനിക്ക് നാണമില്ലേ ഇങ്ങനെ ഓൺലൈൻ മീഡിയാസിനെ ഉപയോഗിച്ചു ഇങ്ങനെ ജീവിക്കാനായിട്ട്? ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി എന്തും കാണിക്കാന്നാണോ? താൻ ഇത്രയും കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി താൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു മിസ്റ്റർ ബാല. ഞാൻ കുമ്പിടുന്നു നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ പോയി ഇതൊന്നും കാണിക്കുന്നില്ല? അവിടെ പോയി കാണിച്ച ഒരു വട്ടിയും തിരിഞ്ഞു പോകത്തില്ല അല്ലേ? ഒരു മീഡിയയും വരത്തില്ല കവർ ചെയ്യാൻ. തനിക്ക് ഒരു ലൈം ലൈറ്റിൽ നിൽക്കാനും പറ്റത്തില്ല, ഒരു ബൂസ്റ്റും കിട്ടത്തില്ല. അതുകൊണ്ടല്ലേ താൻ ഈ നാട്ടിൽ കിടന്ന്, ഞങ്ങളുടെ നാട്ടിൽ കിടന്ന് ഈ അപരാധം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒരു നിമിഷം ഇയാളോട് എന്തെങ്കിലും ഇയാളെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി ഇയാളോട്, എന്തുകൊണ്ടാണ് ഇയാൾ സ്വന്തം നാട്ടിൽ പോയിട്ടൊന്നും കാണിക്കാതെ ഇവിടെ വന്ന് ഈ കാണിക്കുന്നതെന്ന്. ഇവിടെ ഉണ്ട്, ഇവിടുത്തെ നടന്മാരും ഒക്കെ ഉണ്ട്, ഇങ്ങനെ പറഞ്ഞു നടക്കാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം, കേട്ടിട്ടുണ്ട്. അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അറിയാവുന്നൊന്നുമല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല ആളുകളും പുറത്ത് ഒരുപാട് മറ്റേ ഇങ്ങനെ നാട്ടുകാരെ ഒന്നും അറിയിക്കാതെ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്ന നടന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. ഇത് വന്ന് കിടന്ന് ചുമ്മാ വിട്ടുപോ. ഇവിടുന്ന് കൊച്ചിന്നൊക്കെ പോവാന്ന് പറഞ്ഞപ്പോ ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് മുമ്പ് ഒരാളോട് സംസാരിച്ചപ്പോ ഇയാൾ പോയില്ലേ, ഇയാൾ ചെന്നൈയിലാണെന്നാ നമ്മൾ വിചാരിച്ചോണ്ടിരുന്നതെന്ന്. എല്ലാരും നിങ്ങൾ ഇവിടുന്ന് പോയെന്നും പറഞ്ഞിരിക്കുക. ഈ ഹിന്ദു ഇവിടെ കിടന്ന് മെഴുകുക. എന്നിട്ട് ഇവിടുത്തെ ഈ നാട്ടിലെ സ്ത്രീകളെ ചീത്തക്കാരും മോശം രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക. ഇവിടുത്തെ ഒരു നല്ല ലോ ആൻഡ് ഓർഡർ, ഇവിടെ നല്ലൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാ. ഉണ്ടായിരുന്നെങ്കിൽ ഇവനെയൊക്കെ നേരത്തെ ഇവനീ പറയുന്ന ബൈറ്റ് തന്നെ മതി, ഒരു ഭീഷണിയൊക്കെ പിടിച്ച് അകത്തിടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം കാശുണ്ടല്ലോ അവന്റെ കയ്യില്. ഇനിയും നമ്മുടെ എലിസബത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഇവര് പറയുന്നുണ്ടല്ലോ, ഒരു ലേഡി വന്ന് എന്തോ പറഞ്ഞെന്ന്. എന്താണ് എലിസബത്ത് പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. എന്നിട്ട് ഞാൻ കുറച്ച് കാര്യം കൂടെ സംസാരിക്കുന്നുള്ളൂ, വെറുപ്പിക്കുന്നില്ല. പിന്നെ കുറെ നെഗറ്റീവ് കമന്റുകൾ കാണാറുണ്ട്. നെഗറ്റീവ് കമന്റുകളിൽ ഭയങ്കര നെഗറ്റീവ് കമന്റുകൾ കാണാറുണ്ട്. എന്താണ്, എനിക്ക് ഓട്ടിസമാണ്, അത് ഓട്ടിസം ഒരു അസുഖമാണ്, അത് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കമൻ്റ് അല്ല. പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പരത്തുന്നത് കുറേ കമൻറ്റുകൾ, കുറേ ഫേക്ക് ഐഡികൾ വന്ന് പരത്തുന്നു. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു
എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും കുട്ടികളുണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു നെഗറ്റീവല്ല, പക്ഷെ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതും അതുപോലെ തന്നെ എന്താണ് കമൻറ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ പിന്നെയും കുറേ നെഗറ്റീവ് കമൻറ്റ് ഉണ്ട്, ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു പോകും. അത് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഞാൻ മാക്സിമം നാണം കെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചതിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് മോളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നാണം കെടുന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക, ഇൻസൾട്ടഡ് ആവുക, അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ് തുടങ്ങിയ എല്ലാ വൃത്തികെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേക്ക് ഐഡിയകൾ വന്നിട്ട് കുറച്ച് 4 നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. ആ നാണമൊക്കെ എനിക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾ എന്നെ നാണം കെടുത്തിയിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക, അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പല ത്രെറ്റനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനത്തെ ത്രെറ്റനിങ് കോൾസ് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. ഞാൻ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഇവരിവിടെ ഒരു തവണ പോലും ഈ ഒരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ കണ്ടാലും എലിസബത്തിന്റെ ചാനലിൽ കിടപ്പുണ്ട്, എവിടെയും ഒരിടത്ത് പോലും ഈ ബാലയോ ബാലയുടെ ഭാര്യയുടെ ഒന്നും പേര് ഈ വ്യക്തി ഈ എലിസബത്ത് എന്ന് പറഞ്ഞ ലേഡി അവർ പറയുന്നില്ല. അവർ വളരെ ചിരിച്ചുകൊണ്ട് അവർക്ക് കമന്റുകൾ വരുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള മോശം കമന്റുകൾ വരുന്നു, അത് സംസാരിക്കുന്നു. അവർ അതിനെപ്പറ്റി ആരും ഇനി ആരെങ്കിലും ചെയ്യിക്കുന്നതാണെങ്കിൽ പോലും ആരും വിചാരിക്കേണ്ട ഞാൻ ഈ ചാനൽ നിർത്തിയിട്ട് പോകും എന്നുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവര് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കുറച്ചുകൂടെയും കഴിയുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്, ഇനിയിപ്പോ പൈസ കൊടുത്ത് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ പോലും വെറുതെയാണ്, ഞാൻ നിർത്തത്തില്ല എന്നുള്ളൊരു കാര്യം. അവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് പോകുന്നു. അവര് വേറെ ആരെയും പറ്റി അവിടെ സംസാരിക്കാറില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു ലേഡിയെ, എന്റെ അറിവില് ഈ ഒരു ലേഡിയെ ഇപ്പം വന്ന് സംസാരിച്ചിട്ടുള്ളൂ. അപ്പം ബാലയും കോകിലയൊക്കെ പറയുന്ന ആ ഒരു ലേഡി ഇത് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് നമ്മളൊരു ലേഡിയെയും കണ്ടിട്ടില്ല. ഇവര് ഒന്നും പറയുന്നില്ലടേ, ഒന്നും പറയുന്നില്ല. പിന്നെ എന്തിനാണ് വെറുതെ എന്റെ കോകില ആന്റിക്ക് ഇത്ര അങ്ങോട്ട് മുട്ടി നിൽക്കുന്നത് ഈ ചേച്ചിയുടെ നെഞ്ചത്ത് കയറാനായിട്ട്? അല്ല, മനസ്സിലാവുന്നില്ല. ഈ താങ്കളുടെ ഭർത്താവിന്റെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നൊരു ഭർത്താവിനെ കിട്ടി, ഭർത്താവിന്റെ ഒരുപാട് കാശുള്ളതുകൊണ്ട് മറ്റേ ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ വിലക്ക് വാങ്ങി ഇട്ടിരിക്കുന്നതുകൊണ്ടും ഒരു VR ടീം ഉള്ളതുകൊണ്ടും എന്തും വിളിച്ചങ്ങ് പറയാം, എന്തും ചെയ്യാമെന്നാണോ? അല്ല, അണ്ണന് ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അണ്ണന്റെ വൈഫിനും ഏതാണ്ട് ആ ഒരു സാധനമൊക്കെ വരുമല്ലോ അല്ലേ? പക്ഷെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ മോശം. നിങ്ങളെ പറ്റി ഒന്നും ആ ലേഡി പറഞ്ഞിട്ടില്ല. അവർക്ക് വരുന്ന കമന്റുകൾ, അതിനി ആരെങ്കിലും PR വർക്ക് അതാണല്ലോ, അത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ ആ ലേഡിയുടെ അതൊക്കെ പോയി തെറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലച്ചേട്ടൻ ചില ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കും എന്നൊന്നും അല്ല, കണ്ടിട്ടുണ്ടേ. നമ്മൾ പേഴ്സണലിയൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. തെളിവും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഇല്ല, നമ്മൾ അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും അത് ബുക്ക് എടുത്തോണ്ട് വരുന്നില്ല. പക്ഷെ കാണുന്നുണ്ട്, അത് പുള്ളിക്കും അറിയാം, ആണല്ലോ. അപ്പൊ എന്താണെങ്കിലും ദ്രോഹിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഇവിടം വിട്ട് പോടേ. എന്തിനാ അവിടെ ഈ അപരാധം നടക്കാത്തോണ്ടല്ലേ ഇവിടെ കിടക്കുന്നത്, ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയക്കാരെ നിങ്ങൾ തന്നെ അവരെ ആട്ടിപ്പായിക്കും, നിങ്ങൾ തന്നെ വിളിക്കും? എന്ത് ഷോ ആണോ താൻ കാണിക്കുന്നത്? തന്റെ ഷോ ഇനിയും ഇവിടെ ഏക്കത്തില്ല മിസ്റ്റർ ബാല. ആളുകൾ പൊട്ടന്മാരല്ല, നിങ്ങൾ പറയുന്ന കണക്ക് നാ പൊട്ടന എന്ന് ചോദിക്കത്തില്ലേ? അത് കണക്ക് ഇവിടെ നാട്ടിലുള്ള ഞങ്ങളൊന്നും പൊട്ടന്മാരല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇനി ഏക്കത്തില്ല. ഇനി ഇങ്ങനത്തെ കഥകളും പറഞ്ഞുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാട് നീളെ പറഞ്ഞു നടക്കുക. ഇച്ചിരിയൊക്കെ പ്ലീസ് നാണം വെക്ക്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. വീഡിയോ കാണുന്ന നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം താഴെ പറ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.